ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈൽഡ് ഡാൻസ് ഓഫ് ജിത്തുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നേരെ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിലേക്കാണ്. അവിടെ ഒരു ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലെ. 5-6 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്ത് ബാംബു റാഫ്റ്റിംഗ് നടക്കുന്നിടത്തെത്തി അവിടെ നിന്ന് ബാംബു റാഫ്റ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ട്രക്കിംഗ് പാത്തിലൂടെ ബോട്ട് ലാൻഡിങ്ങിൽ എത്തുന്നതാണ് പ്രോഗ്രാം. ആനയും കാട്ടി ഉൾപ്പെടെ ഒരുപാട് ആനിമൽസിനെയും ബേഡ്സിനെയും സൈറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ ഒരു 7:15 നമ്മൾ പെരിയാറിൻ്റെ പാർക്കിംഗ് ഏരിയയിലെത്തിയേ. ഇവിടെ നിന്നും ബസ്സിൽ ബോട്ട് ലാൻഡിങ്ങിന് അങ്ങോട്ട് പോകണം. എന്നാ ക്യൂ അല്ലയോ? ഈ ക്യൂ കാണുമ്പോഴത്തേക്കിന് ഏതോ ഒരു സ്ഥാപനം ഓർമ്മ വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ബസ് കയറി നമ്മൾ ബോട്ട് ലാൻഡിങ്ങിന് അങ്ങോട്ട് പോകണേ. ബോട്ട് ലാൻഡിങ്ങിൻ്റെ അവിടെ ഇടത്ത് സൈഡിൽ താഴോട്ട് ഇതുപോലൊരു ചെറിയ ഗേറ്റ് കാണാം. ഈ താഴെ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു 7:45 ആകുമ്പോഴത്തേന് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ചെന്നിട്ട് നമ്മൾ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കടുവ പിടിച്ചാലൊന്നും ഒരു പ്രശ്നവും ഇല്ലയെന്ന് എഴുതി കൊടുത്തിട്ട് നമ്മൾ വേണ്ട താഴെ ചെങ്ങാടത്തിൻ്റെ അടുത്തോട്ട് വന്നേ. ഈ ചെങ്ങാടത്തെ കയറി ഇനി അക്കരെ പോകണം. അക്കരെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതേ. ഈ പ്രോഗ്രാമിൽ നമ്മളുടെ കൂടെ 4 ഗൈഡുമാരും ഒരു ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറുമാണ് ഉണ്ടാവുക. ഇത് 2 മലമുഴക്കി വേഴാമ്പലായിരുന്നേ. നമ്മളുടെ മുകളിൽ കൂടെ പറന്നു പോയതാണ്. ഒരു മിന്നായം പോലെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയത് കൊണ്ട് ഈ കരയോട് ചേർന്ന് വരുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ചെളിയായിരുന്നേ. ഈ മരത്തിൻ്റെ തൊലിയും അതേപോലെ മരക്കഷ്ണമൊക്കെ വലിച്ചിട്ട് അതിൻ്റെ മണ്ടക്കൂടെ ഒക്കെ നടന്നാണ് നമ്മൾ അപ്പുറത്തോട്ട് പോയത്. അങ്ങനെ ട്രക്കിംഗ് ചെയ്ത് നമ്മളുടെ ഫസ്റ്റ് ആനിമൽ സൈറ്റിംഗ് ആയ ഒരു ഒന്നാന്തരം കൊമ്പനാനയായിരുന്നു കേട്ടോ. പണിയെടുത്ത് ക്ഷീണിച്ചു. ഇനി അല്പം വിശ്രമമാകാമെന്നുള്ള മട്ടിൽ ആശാൻ ഒരൊറ്റ കിടപ്പ്. ഞങ്ങൾ വന്നപ്പം എഴുന്നേക്കുന്ന നോക്കി കുറേ നേരം അവിടെ നിന്ന് പിന്നെ അവനെ അവൻ്റെ വഴിക്ക് വിട്ടിട്ട് ഞങ്ങൾ ട്രക്കിങ് കണ്ടിന്യൂ ചെയ്തേ. വൈൽഡ് ഡോഗോ കടുവയോ പിടിച്ച ഒരു കാട്ടിയുടെ അവശിഷ്ടങ്ങളാണ്. ഇനി ഇത് ബാക്കി വന്ന് ഭക്ഷിക്കുന്ന മൊത്തം മുള്ളം പന്നികളാണ് കേട്ടോ. അതിന് കാൽസ്യം കിട്ടാനായിട്ട് അത് എല്ലുകൾ വന്ന് കാർന്ന് തിന്നാറുണ്ടേ. ഇതൊരു കുട്ടിയാനയുടെ പല്ലാണ്. കുട്ടിയാനയുടെ ആണെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സൈറ്റിംഗ് ഒരു കൂട്ടം കാട്ടുപന്നികളായിരുന്നേ. ഒരു 6 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാട്ടുപന്നികളെ കണ്ടതിൻ്റെ കുറച്ചിപ്പുറത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത്. അന്നേരമാണ് ഈ സ്പോട്ട് ഡിയേഴ്സ് എല്ലാം കൂടെ ഓടി വരുന്നത് കണ്ടോ കേട്ടോ. ഈ പെരിയാറിൽ നേരത്തെ സ്പോട്ട് ഡിയേഴ്സ് ഉണ്ടായിരുന്നതല്ല, ഇതിപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഓടി വന്ന് കയറിയതാണെന്നാണ് ഗൈഡുമാർ പറഞ്ഞത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്ന സ്ഥലത്ത് ഒരു ആംബുലൻസ് കണ്ടോ. എന്തോ ഒരു ഭംഗിയല്ലേ. എന്തൊക്കെ ജോലിത്തിരക്കാണെന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ബാംബു റാഫ്റ്റിംഗ് സ്റ്റാർട്ടാവുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് ദൂരമായിട്ട് കെട്ടി വെച്ചേക്കുന്നത് ആന ചവിട്ടി പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കരയോട് അടുപ്പിച്ചാണെങ്കിൽ ആനകൾ വന്ന് ചവിട്ടി പൊട്ടിച്ചുകളെ.
ഇനി നമുക്ക് ബാംബു റാഫ്റ്റിങ്ങും അതിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാവേ. ഞങ്ങളുടെ വണ്ടി ബാക്ക് എഞ്ചിൻ അങ്ങനെ പേട്ടാന്ന് വെച്ചിട്ട് അതെന്തിനാ വരുന്നത്? ഈ മരക്കുറ്റികളൊക്കെ നിൽക്കുന്നിടത്ത് പണ്ട് വനമായിരുന്നേ. ഈ മുല്ലപ്പെരിയാർ ഡാം പണിതപ്പോഴത്തേക്കിന് വെള്ളം കയറി ഈ ഒരു അവസ്ഥയിലോട്ടായതാണ് കേട്ടോ. കുറേ ദൂരം ബാംബു റാഫ്റ്റിംഗ് ചെയ്ത് ഇങ്ങോട്ട് എത്തി. ഇനിയും കുറച്ച് ദൂരം ഇനി നമ്മൾ ട്രക്കിംഗ് ആണ്. ഇപ്പോൾ ഉൾക്കാട്ടിലോട്ട് കയറുക കേട്ടോ. അങ്ങനെ ഉൾക്കാട്ടിൽ നിന്ന് നടന്ന് പുറത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് പന്നികളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പന്നികളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈഡുമാരുടെ ഒരു ചേട്ടൻ കണ്ട് അപ്പുറത്ത് ആന നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആനയെ കാണാനായിട്ട് ഓടിയേ. ഒരമ്മയാനയും ഒരു കുട്ടിയാനയും ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നേരെ ഉച്ചയായി. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണേ. അപ്പുറത്തെ കരയിൽ ഇച്ചിരി തണലുള്ള ഏരിയ നോക്കി ഇരിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണേ. ഇനി ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ പറയാം. പെരിയാർ ടൈഗർ റിസർവിലെ ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമാണിത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നീണ്ടിരിക്കുന്ന ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ്. പെരിയാർ ടൈഗർ റിസോർട്ട് .org എന്ന വെബ്സൈറ്റിലൂടെ കയറി ഇത് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 2900 പെർ ഹെഡ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതിൽ ഇൻക്ലൂഡാണ്. നമ്മുടെ ബാംബു റാഫ്റ്റിംഗ് ഇവിടെ തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴി തിരിച്ച് ട്രക്ക് ചെയ്ത് തിരിച്ച് ബോട്ട് ലാൻഡിങ്ങിലോട്ട് പോവുകയാണേ. പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു ആനക്കൂട്ടത്തിൻ്റെയും അതുപോലെ കാട്ടയുടെ കൂട്ടത്തിൻ്റെയും സൈറ്റിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടേ. റാഫ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ചെങ്ങാടമൊക്കെ സേഫായിട്ട് കൊണ്ട് കെട്ടിയിട്ടിട്ട് ചേട്ടന്മാർ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനിയും തിരിച്ച് നടത്താൻ സ്റ്റാർട്ട് ചെയ്യുവാണേ. കാട്ടികൾ ഒരു 5-6 ഉണ്ടായിരുന്നേ. അവർ നമ്മളെ കണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലായതുകൊണ്ട് ഓടിയൊന്നും പോയില്ല.
ഇതാ ഞാൻ പറഞ്ഞ ആനക്കൂട്ടം കേട്ടോ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതിനകത്ത് ഒരു 6-7 ആനയുണ്ട്. ഇതോടെ കണ്ടപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ മനസ്സങ്ങ് നിറഞ്ഞു. ഈ ട്രക്കിങ് വർത്തായെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഒറ്റ ട്രക്കിങ്ങിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആനിമൽ സൈറ്റിങ്സും ബേഡ്സിൻ്റെ സൈറ്റിങ്സും കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും സുലാൻ.